ഇപ്പോൾ കോട്ടയം പാലം അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് ഇലവീഴ പൂഞ്ചിറ. അപ്പോൾ അവിടെ പോയൊരു വീഡിയോ ആണിത്. അപ്പോൾ ആ സിനിമയുടെ ലൊക്കേഷൻ നമുക്ക് ഒരു ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നമുക്ക് കാറ് വഴി താഴെ വരെ വരാൻ പറ്റും. അതിനുശേഷം നമുക്ക് ജീപ്പിലാണ് പോകേണ്ടി വരിക. കാരണം കുറച്ച് ഓഫ് റോഡാണ്. ഓഫ് റോഡിന് പറ്റുന്ന വണ്ടികളുണ്ടെങ്കിൽ അങ്ങനെ പോവാം. അല്ലെങ്കിൽ അവിടെ താഴെ ജീപ്പുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് അങ്ങനെ പോകാനും പറ്റും. പിന്നെ അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് അവർ ജീപ്പുകളൊന്നും കടത്തില്ല. അപ്പോൾ അവിടെ തൊട്ട് നമ്മളൊരു 300 മീറ്ററോളം നടക്കേണ്ടി വരും. ഇതാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഇതൊരു പോലീസ് വയർലെസ് സ്റ്റേഷനാണ്. അതിൻ്റെ ഉൾഭാഗം ഇതിനുള്ളിൽ കുറേ സീനുകളൊക്കെ ആ സിനിമയിലുണ്ട്. അതിൻ്റെ ഒരു പുറം ഭാഗം ഇങ്ങനെയൊക്കെ തന്നെ. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു പുതിയതായിട്ട് അവരവിടെ സ്റ്റേഷൻ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ തന്നെ പണിത് കഴിഞ്ഞു. അവിടെ ആളുകൾ കണ്ടു. അവിടെ വാതിലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പണിത് കഴിഞ്ഞു എന്ന് തോന്നുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മഴയും ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് ഇവർ ആൾക്കാരൊക്കെ അവിടെ നിന്ന് മാറ്റും. കാരണം ഭയങ്കര സാധ്യതയാണ്, അവിടെ അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഏരിയയും കൂടിയാണിത്. പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ 1-2 പോലീസുകാരാണ് ഡ്യൂട്ടിയിലുണ്ടാവുക. പിന്നെ ഇപ്പോൾ ഇതാണ് പുതിയ സ്റ്റേഷൻ പണിതിരിക്കുന്നത്. പോലീസിൻ്റെ നിയന്ത്രണമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അവർ കൃത്യമായിട്ട് അവിടെ ബോർഡുകളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കടക്കാൻ പാടില്ല എന്നുള്ള പോലെയൊക്കെ തന്നെ. പിന്നെ ഈ ഇലവീഴ പൂഞ്ചിറ എന്നുള്ള വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂവും കൂടിയാണ്. പിന്നെ ഈ ഒരു ചങ്ങല ഇട്ടിരിക്കുന്ന ആ ഭാഗത്തുനിന്ന് മുകളിലേക്കാണ് നമുക്ക് നടന്ന് കയറേണ്ടി വരിക. ജസ്റ്റ് ഒരു 300 മീറ്റർ നടക്കാനുള്ളൂ. പിന്നെ ഈ ഇലവീഴ പൂഞ്ചിറയുടെ അടുത്ത് തന്നെ വരുന്നൊരു സംഭവമാണ് ഇലവീഴ പൂഞ്ചിറ തടാകം. അപ്പോൾ അവിടെ ഇറങ്ങാനോ അത് മലിനാക്കാനോ ഒന്നും പാടില്ല എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് കാണാൻ വലിയൊരു തടാകമാണ്. അങ്ങനെ നമുക്ക് മുകളിൽ നിന്നും കാണാൻ പറ്റും. അതുമാതിരി തന്നെ താഴെ വന്ന് ഇങ്ങനെ ഒരു വ്യൂവും കിട്ടും. പിന്നെ അവിടെ വരുന്ന മൂന്നാമത്തെ ഒരു സ്ഥലമാണ് മുനിയറ ഗുഹ. അതൊരു ചെറിയൊരു ഇറങ്ങിയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് മുനിയറ ഗുഹ. അവിടെ പണ്ട് മുനിമാർ തപസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം എന്ന് നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ പറഞ്ഞതാണ്. അത് ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നൊരു സെറ്റപ്പാണ് ഇങ്ങനെ. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഒരു ചെറിയൊരു ഗുഹ പോലെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.